നമ്മളെല്ലാരും കട്ട ഫുട്ബോൾ ആരാധകരാണ്. അപ്പൊ നമുക്ക് പറ്റിയ 2 സിനിമകളാണ് ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഞാൻ പറയാം, രണ്ടാമത്തെ നീ റെഡിയല്ലേ? ഓക്കെ ആണ്, സെറ്റ്. ആദ്യത്തെ സിനിമ എന്നത് നെക്സ്റ്റ് ഗോൾ വിൻസ്. ഇതൊരു സ്പോർട്സ് കോമഡി ഡ്രാമയാണ്. അപ്പൊ ചിരിച്ച് മണ്ണ് കപ്പാൻ കുറെ വകുപ്പുണ്ട് ഈ സിനിമയില്. ഈ അടുത്ത് എന്ന ഇത്രയും നല്ലൊരു സിനിമ ഞാൻ സ്പോർട്സുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല. കോമഡി സിനിമയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് ഈ സിനിമ. നെക്സ്റ്റ് ഗോൾ വിൻസ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. ഇതിന്റെ തുടക്കം ഈ സിനിമ തുടക്കം എന്ന് പറയുന്നത് അമേരിക്കൻ സമൂഹം ഫുട്ബോൾ ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും താഴെ കിടക്കുന്ന സിനിമയാണ്. റാങ്കിങ്ങിൽ ഏറ്റവും 100 എത്രയോ സ്ഥാനത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിലേക്കാരും താഴെ. അവരൊരു ഗോൾ അടിക്കാൻ തന്നെ പാടുപെട്ടുന്ന ടീമാണ്. അപ്പൊ അവരെ ജീവിതാഭിലാഷം എന്ന് വെച്ചാൽ ഗോൾ അടിക്കുക, ഒറ്റ ഗോൾ അടിക്കുക. ആ ഗോൾ അടിക്കുക എന്നുള്ള അവലാല ആ സാധനമുള്ള ടീമാണ്. ആ ടീമിനെ പരിശീലിപ്പിക്കാൻ ഒരു അമേരിക്കൻ ഫുട്ബോൾ കോച്ച് വരുന്നു. പുള്ളി അമേരിക്കൻ ക്ലബിന് വേണ്ടിയൊക്കെ ഫുട്ബോൾ പരിശീലിപ്പിച്ചിട്ടുണ്ട്. You got the toughest job on the island. ആ കോച്ച് അവരുടെ നാട്ടിൽ അമേരിക്കൻ സമൂഹം എന്ന ഐലൻഡാണ്. ഐലൻഡ് ബേസ്ഡ് നാട്ടിൽ വന്ന് ഫുട്ബോൾ പഠിപ്പിക്കുകയാണ് ഇതിന്റെ തീം. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഉള്ളിലുള്ള ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഫുട്ബോളിനോട് ഒപ്പം ആ നാട്ടില് മറ്റു ചില ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. കഫേയില്, റെസ്റ്റോറന്റിൽ വെയിറ്ററായിട്ടും ക്യാഷറായിട്ടും പോലീസായിട്ട് നിൽക്കുന്നവരുണ്ട്, ഫയർഫോഴ്സിലുള്ളവരുണ്ട്. സമൂഹത്തിലപ്പം പല വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ അവര് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നാടാണ്. അപ്പൊ ഇതിന്റെ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളതാണ് പുള്ളി. ഭയങ്കര മോട്ടിവേഷണൽ, നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ ക്യാരക്ടർ. പുള്ളിയാണ് കോമഡി മൊത്തം കൊണ്ടുപോകുന്നത്. ലാസ്റ്റ് ഒരു കുറച്ച് ക്ലൈമാക്സിലൊക്കെ ആയിട്ട് കുറച്ച് കോമഡി സീൻസ് ഉണ്ട്. അത് പറയാൻ പറ്റില്ല, പറയാതെ ഒരു സ്പോയിലർ ആയി പോകും. Dear Lord, thank you for sending us Mr. Ongan. We've become quite attached to him. അപ്പൊ അങ്ങനെ ഒരു കോമഡി സിനിമയാണ് ഈ നെക്സ്റ്റ് ഗോൾസ് വിൻസ് എന്ന് പറയുന്നത്. സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് മ്യൂസിക്. നല്ലൊരു ബീജിയും മ്യൂസിക് ഇതിന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. പിന്നെ അവിടുത്തെ പ്രകൃതി ഭംഗി, സൂപ്പർ സ്ഥലമാണ്, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നമുക്ക് വല്ല ട്രിപ്പും പോവുകയാണെങ്കിൽ ഈ യൂട്യൂബ് ഇൻകം കിട്ടിയിട്ട് ട്രിപ്പ് പോകണമെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. അപ്പം അങ്ങനത്തെ നല്ലൊരു പച്ചപ്പ് ഹരിതാപകം നിറഞ്ഞ ഒരു കടലോര പ്രദേശമാണ് ഈ സ്ഥലം, അമേരിക്കൻ സമൂഹം. പിന്നെ നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കണ്ട് സന്തോഷത്തിൽ ഇത് നിർത്താം. ഓക്കെ, നീ ഒരു അമേരിക്കൻ സിനിമ പറഞ്ഞെങ്കിൽ ഞാനൊരു ഇന്ത്യൻ സിനിമ പറയാം. ഇന്ത്യൻ സിനിമ എന്ന് പറയാൻ നേരത്ത് സിനിമയുടെ പേരാണ് മൈതാൻ. നമ്മൾ കളിക്കണ മൈതാൻ. ആ മൈതാൻ, അത് തന്നെ ആ മൈതാൻ. ബോളിവുഡ് സിനിമയാണ്. അതെ, നമ്മുടെ അജയ് ദേവഗൻ ഇന്ത്യൻ കോച്ചായിട്ട് വന്ന്, ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് വന്ന് കിട്ടുന്ന ഒരു പടമാണ്. This is just the beginning of the golden era of Indian football. 1952-62 കാലഘട്ടത്തെ ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രവും നമ്മുടെ ആ സമയത്തുള്ള ഏഷ്യൻ ഗെയിംസ് വിജയവും ഇതൊക്കെ പറഞ്ഞു പോകുന്ന സിനിമയാണ് അത്. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് എന്താണ് പറയുക, നമ്മളെ രോമാഞ്ചം വരും. ആ രീതിയിലുള്ള സീൻസും ആ രീതിയിലാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. फुटबॉल हमारी पहचान बना सकती है. क्योंकि सारी दुनिया फुटबॉल खेलती है. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്കിത് കാണുമ്പോൾ രോമാഞ്ചവും അതേ കണക്ക് നമുക്ക് വിഷമവും വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു വിചാരിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം വന്നിട്ടില്ല. അത് പറയുമ്പോ തന്നെ ഇടർന്ന്. അതെ, അത് നമ്മളെപ്പോലുള്ള ഫുട്ബോൾ പ്രേമിയൊക്കെ അത് ഒരിക്കലും അത് താങ്ങാൻ പറ്റാത്തൊരു കേസാണ് അത്. നമുക്ക് അത് പറയുമ്പോൾ തന്നെ നമ്മൾ വല്ലാണ്ട് ഇമോഷണൽ ആവുക. സാധനം ക്രിക്കറ്റിന് കൊടുക്കുന്ന ഒരു പരിഗണന പോലും നമുക്ക് ഫുട്ബോളിന് ഇന്ത്യയിൽ കിട്ടുന്നില്ല. ഈ മൂവിയിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഗെയിം അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ ക്യാമറ വർക്ക് ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും അജയ് ദേവഗൺ ആണെങ്കിൽ പറയണ്ട, പുള്ളിയുടെ പെർഫോമൻസ് അങ്ങ് അന്യ ലെവലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ബിഗിലി ആണോ? അല്ല, അല്ലല്ല, ഒരിക്കലും ബിഗിൾ ടൈപ്പ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് രോമാഞ്ചം വരും ആ പടം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്കങ്ങ് വല്ലാണ്ട് അങ്ങ് ഫീലായി. ഞാൻ ഫുട്ബോളിന്റെ ഫാൻ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, വല്ലാണ്ട് അങ്ങ് എനിക്കങ്ങ് ഫീലായി. അപ്പോൾ ഞാൻ കണ്ടിട്ട് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സിനിമയെല്ലാം മസ്റ്റ് വാച്ച് ഐറ്റംസ് ആണ് നിങ്ങളൊരു ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ. അപ്പോൾ ഈ ഫുട്ബോൾ പ്രേമികളെല്ലാം നമ്മളെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല സിനിമകളുമായി തിരിച്ചു വരുന്നതാണ്.